ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഹരി ഇന്ന് കിടന്നുറങ്ങാൻ നോക്കിയിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. ഹരിക്ക് തിരിഞ്ഞു മറിഞ്ഞൊക്കെ കിടന്നിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. എന്നിട്ട് എഴുന്നേറ്റ് ഇങ്ങനെ നടക്കും. അപ്പോൾ പിറകിലൂടെ വന്നൊരു കൈ ഇങ്ങനെ കണ്ണു പൊത്തി. അപ്പോൾ ഹരി ഇങ്ങനെ മാറ്റി നോക്കി. എന്ത് പറ്റി ഹരിക്കെന്ന് ചോദിച്ചു. സങ്കടത്തോടെ നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കറിയാം കോടതി വിധിയെപ്പറ്റി ആലോചിച്ചിട്ടുള്ള ടെൻഷനല്ലേ എന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ അത് അനുകൂലമാകുമെന്ന് എന്തിനെങ്ങനെ ടെൻഷൻ അടിക്കുന്നതെന്ന് ചോദിക്കുമ്പം എന്നാൽ അച്ഛനോട് ആരാ പറഞ്ഞതെന്ന് ചോദിച്ചു ഹരി. എന്നോട് ഞാൻ തന്നെയാണ് പറഞ്ഞതെന്ന് അച്ചു. മനുഷ്യരായാലേ കുറച്ചൊക്കെ ആത്മവിശ്വാസമൊക്കെ വേണം കേട്ടോ. എന്തിനാ എപ്പോഴും ഇങ്ങനെ നെഗറ്റീവ് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? അതിനെങ്ങനെ പറ്റണേ എന്ന് ചോദിക്കുമ്പം അതുകൊണ്ടൊന്നും അല്ല അച്ചു, കോടതിയല്ലേ, എന്താ പറയാൻ പോകുന്നതെന്നൊക്കെ നമ്മൾ എങ്ങനെ അറിയുമെന്ന് ചോദിക്കുമ്പം എന്തു പറഞ്ഞാലും അത് നമുക്ക് സ്വീകരിച്ചല്ലേ പറ്റൂ. ഹരിയുടെ തീരുമാനത്തെ ഞാൻ സ്വീകരിച്ചില്ലേ, അതുപോലെ തന്നെയാണ് ഇതും. കോടതി വിധിയും സ്വീകരിക്കേണ്ടി വന്ന് സ്വീകരിക്കണം, അതല്ലാതെ വേറെ വഴിയൊന്നും നമുക്കില്ലല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ വഴിയൊക്കെ ഉണ്ട്, തടസ്സം അച്ചുവാണെന്ന് പറഞ്ഞു. ഹരി, ഒരാൾ വിചാരിച്ചാൽ വേറൊരാളെ കൊല്ലാൻ പറ്റും, പക്ഷേ ഒരാൾക്ക് ജന്മം കൊടുക്കാനായിട്ട് പറ്റുമോ എന്ന് അച്ചു ഹരിയോട് ചോദിച്ചു. അത് പറ്റത്തില്ലല്ലോ, പിന്നെ അതിന് ദൈവം തന്നെ വിചാരിക്കണ്ടേ. എനിക്ക് ഉറപ്പുണ്ട് നാളത്തെ ദിവസം സേതുവേട്ടനെയും പല്ലവി ചേച്ചിയുടേതും ആയിരിക്കും, അതിനൊരു സംശയമില്ല എന്ന് പറഞ്ഞാൽ അച്ചു ഇങ്ങനെ ഹരിയെ പറഞ്ഞ് സമാധാനിപ്പിക്കാം. എന്നിട്ട് അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചു എന്ന് നമ്മുടെ ഹരി പറയുമ്പോൾ അങ്ങനെ ആയാൽ നല്ലതെന്ന് നമ്മുടെ അച്ചു പറയാം. അങ്ങനെ ആയാൽ എനിക്ക് എന്ത് തരുമെന്ന് ചോദിച്ചപ്പോൾ എന്തും തരുമെന്ന് പറഞ്ഞു. എന്തും അങ്ങനെയല്ല, ഏതല്ലാന്ന് അല്ല, അത് പിന്നെ നമുക്ക് വേറെ എന്തെങ്കിലും സംസാരിക്കാമെന്ന് ഹരി പറയാം. വേറെ ഇപ്പം എന്ത് സംസാരിക്കാനാ എൻ്റെ പൊന്നു ഹരി, എന്തിനാ എന്നെ ഇങ്ങനെ ഇട്ട് കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് അച്ഛൻ ചോദിക്കാം. എടുത്ത തീരുമാനം ദേവി ഇതൊന്ന് മാറ്റിക്കൂടെ എന്ന് ചോദിക്കുമ്പം ഞാൻ മാറ്റുമോ? മാറ്റണമല്ലോ. ഓഹോ മാറ്റും. എൻ്റെ ദൈവമേ, ഇങ്ങനെ പേടിത്തൊണ്ടെന്നും പറഞ്ഞു അച്ചു. എൻ്റെ പഴയ സ്വഭാവം അങ്ങനെ ആയിരിക്കണമായിരുന്നു, സഹിക്കുന്നത് എനിക്കൊരു പരിധിയുണ്ട് കേട്ടോ. കണ്ടോ, ഒരു ദിവസം വരും, അന്നേ ഞാൻ എല്ലാത്തിനും പലിശ സഹിതം കണക്ക് ചോദിക്കുമെന്നൊക്കെ നമ്മുടെ അച്ചു പറയുമ്പം അച്ചു എന്നെ ഒന്ന് മനസ്സിലാക്കാൻ പറഞ്ഞു ഹരി. ആദ്യം ഹരി എന്നെ മനസ്സിലാക്കുക, എന്നിട്ട് ഞാൻ ഹരിയെ മനസ്സിലാക്കാമെന്ന് പറഞ്ഞു നമ്മുടെ അച്ചു ഇങ്ങനെ അവിടെ പോയി നിൽക്കുക. ഹരി എന്താ എന്നോട് പറയാൻ പോണെന്ന് എനിക്കറിയാം, അതിനുവേണ്ടി മനസ്സൊരുക്കി പ്രാർത്ഥിക്കുന്നുണ്ട് ഞാനെന്നൊക്കെ നമ്മുടെ ഹരി പറയാം. എൻ്റെ പ്രാർത്ഥന എന്തായാലും ദൈവം കേൾക്കുമെന്ന് എനിക്കറിയാമെന്നൊക്കെ പറഞ്ഞ് അച്ചു ഭയങ്കര പ്രതീക്ഷയിൽ ഇങ്ങനെ നിൽക്കുവാണേ. പിന്നെ കേൾക്കാത്തൊരൊറ്റ പ്രാർത്ഥന മാത്രമേ ഉള്ളൂ, അത് ഹരിയെക്കുറിച്ചുള്ള പ്രാർത്ഥനയാണെന്ന് ഇങ്ങനെ പറയുമ്പോൾ എന്നെക്കുറിച്ചോ? അതും ഉടനെ തന്നെ ദൈവം കേൾക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇല്ലെങ്കിലും നോക്കിക്കോ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. അന്നാണ് എന്നും പറഞ്ഞ് നമ്മുടെ അച്ഛൻ ഓടി നിന്ന് പോയി. എന്നും പറഞ്ഞിട്ട് ഹരി ഇങ്ങനെ നിൽക്കുക. അതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മുടെ പല്ലവി ഇങ്ങനെ രാത്രി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക കേട്ടോ. ഇരിപ്പുറയ്ക്കുന്നില്ല ഭാവത്തിന്, നാളത്തെ വിധിയെപ്പറ്റി ആലോചിച്ച്. അപ്പോഴാണ് അമ്മ അങ്ങോട്ടേക്ക് വരുന്നത്. നിനക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല അല്ലേ എന്ന് അമ്മ ചോദിച്ചു. അപ്പോൾ ഇല്ല അമ്മ, എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല അമ്മേ, നല്ല ടെൻഷനുണ്ട് എനിക്കെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. നാളെയാണല്ലോ വിധി വരുന്നത്, എന്താകുമെന്ന് ഓർത്തിട്ട് എനിക്കൊരു സമാധാനവും കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞു. എൻ്റെ മോള് ധൈര്യമായിട്ടിരിക്കും, നാളെ കേസിൻ്റെ വിധി നമുക്ക് അനുകൂലമായിരിക്കും. ഇനിയിപ്പോൾ കേസിൻ്റെ വിധി അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും അതും നമ്മൾ സ്വീകരിക്കേണ്ടേ മോളെ എന്ന് ചോദിച്ചു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പല്ലവി, അമ്മേ വീണ്ടും തോൽക്കുക എന്നൊക്കെ പറയുന്നത് അയ്യോ എനിക്ക് താങ്ങാൻ പോലും പറ്റുന്ന കാര്യമല്ലമ്മേ എന്ന് പറയുമ്പോൾ അവിചാരിതമായിട്ടായിരിക്കും മോളെ ഓരോന്നൊക്കെ സംഭവിക്കുന്നത്. എന്തൊക്കെ നടന്നാലും നമ്മൾ അതിനെ അതിജീവിക്കും, നീ ധൈര്യമായിട്ടിരിക്കുക, എന്നാൽ മാത്രമല്ലേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റത്തുള്ളൂ എന്നൊക്കെ ചോദിച്ചു. വിധി അനുകൂലമാണ് എന്ന് വിശ്വസിക്കാനാണ് ഈ അമ്മയ്ക്കിഷ്ടം, അമ്മ അങ്ങനെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. ഇല്ലെങ്കിലോ നമ്മൾ അപ്പീലിന് പോകും, അവിടെയും വിധി നിനക്കെതിരാണെങ്കിൽ സുപ്രീം കോടതിയിൽ പോകും, നീ ധൈര്യമായിട്ടിരിക്കാൻ അമ്മ പറയാം. ഒരു പുരുഷനൊപ്പം താമസിക്കാൻ തയ്യാറല്ല എന്നൊരു സ്ത്രീ പ്രഖ്യാപിച്ചാൽ ബലമായിട്ട് താമസിക്കണമെന്ന് പറയാനുള്ള അധികാരമൊന്നും ഒരു കോടതിക്കും ഇല്ല മോളെ എന്നുള്ള കാര്യങ്ങൾ നമ്മുടെ ശോഭാമ്മ പറയുക. ഇന്ദ്രൻ ഇനി ഒരിക്കലും നിന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല, അത് ഉറപ്പുള്ള കാര്യമാണെന്നും അതുപോലെ നിനക്കൊന്നും ശോഭാമ്മ ഇങ്ങനെ ചോദിക്കുക. അയാൾ ഉണ്ടാക്കുന്ന ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഡിവോഴ്സ് കിട്ടിയേ പറ്റുള്ളൂ അമ്മയെന്ന് പല്ലവി അന്നേരം അമ്മയോട് ഇങ്ങനെ പറയുക. അല്ലെങ്കിൽ ഞാൻ മാത്രമല്ല അതിൻ്റെ ദുഃഖം അനുഭവിക്കാൻ പോകുന്നത്, സേതുവേട്ടനും കൂടി ആയിരിക്കും എന്നുള്ള കാര്യം പല്ലവി പറയുമ്പോൾ എനിക്കറിയാം മോളെ നിൻ്റെ പ്രയാസം, നീ സമാധാനമായിട്ടിരിക്കുക, എല്ലാം നല്ല രീതിയിൽ നടക്കും, നീ ഭയപ്പെടുന്ന രീതിയിൽ ഒന്നും സംഭവിക്കില്ല അമ്മയല്ലേ പറയുന്നതെന്നും പറഞ്ഞ് അമ്മ ധൈര്യം കൊടുത്തിട്ട് അങ്ങ് പോവുക. അങ്ങനെ പല്ലവി വീണ്ടും അവിടെ സമാധാനം ഇല്ലാണ്ട് തെക്കുവടക്ക് ഇങ്ങനെ നടക്കും. ഇതൊക്കെ കഴിഞ്ഞ് രാവിലെ ആയി. നമ്മുടെ സേതു എഴുന്നേൽക്കുന്നതിന് മുന്നേ നമ്മുടെ പല്ലവി വിളിച്ചു. ഗുഡ് മോർണിംഗ് പല്ലവി എന്ന് പറഞ്ഞ് സേതു ഫോണെടുത്തു. ഹലോ എഴുന്നേറ്റോ? എന്താടോ എഴുന്നേക്കണ്ടേ? എനിക്കൊന്ന് അമ്പലത്തിൽ പോകണമായിരുന്നു സേതുവേട്ടാ, കൂടെ ഒന്ന് വരാമോ എന്ന് ചോദിക്കുമ്പം അതിനെന്താ റെഡി ആയിട്ടിരുന്നോ, ഞാൻ എത്തിയെന്ന് സേതു പറഞ്ഞു. അപ്പം ശരി
ഞാൻ റെഡിയായിട്ട് നിൽക്കുകയാണെന്ന് പറഞ്ഞു. അന്ന് ഞാൻ ദേ എത്തി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സേതു ഇങ്ങനെ പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു ഫോണും കട്ട് ചെയ്തു. അത് കഴിഞ്ഞ് ഇവർ രണ്ടുപേരും കൂടി ഒരു അമ്പലത്തിൽ പോയി. അവിടെ ചെന്ന് തൊഴുത് പ്രാർത്ഥിക്കുന്ന സമയത്താണ് പ്രതാപൻ അങ്ങോട്ടേക്ക് വരുന്നത്. ഇവരുടെ നടുക്ക് നിന്ന് കുറേ ഏത്തവിടലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വിഘ്നേശ്വര രക്ഷിക്കണേ, അറിവില്ല പൈതങ്ങളെ കാത്തോളണേ എന്നും പറഞ്ഞ് വിലുവാതിൽ വെച്ചേക്ക് പ്രാർത്ഥിക്കുക. അപ്പം സേതുവും പല്ലവി ഇങ്ങനെ നോക്കി ഇയാളെ കണ്ടു. നിങ്ങൾ രണ്ടുപേരും കൂടി ആയിരുന്നോ? ഷോ, നിങ്ങൾ രണ്ടുപേരും കൂടി ഉണ്ടായിരുന്നോ? ആഹാ, അയ്യോ, ഇപ്പം നിങ്ങളെ കണ്ട ഭാര്യയും ഭർത്താവും അല്ലെന്ന് ആരും പറയത്തില്ല. എൻ്റെ പൊന്നെ, എന്തൊരു ഇണക്കമാന്നൊക്കെ പ്രതാപൻ, എന്തൊരു പൊരുത്തമാന്നൊക്കെ പറഞ്ഞ് ഇവരെ കളിയാക്കുക കേട്ടോ. ആ സമയത്ത് ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാം. കേസിൻ്റെ വിധി അനുകൂലമാകാൻ വേണ്ടി കാവൽ ഗണപതിയെ പ്രാർത്ഥിക്കാൻ വന്നതാണെന്നുള്ളത് മനസ്സിലായി. വെറുതെ നടക്കുകയല്ല. അത് ഇത്തവണയും ഇന്ദ്രൻ തന്നെ അങ്ങ് കൊണ്ടുപോകുമെന്ന് പറയുമ്പോൾ, ഓ സാറാണല്ലോ അല്ലേ കോടതി, ഞാൻ മറന്നുപോയെന്ന് സേതു പറയുമ്പോൾ, ഓ മോനെ സേതുമാധവാ, ഒരു കേസിൻ്റെ പോക്ക് കണ്ടാലേ എന്നെ പോലുള്ളവർക്ക് അത് വ്യക്തമായി മനസ്സിലാകും അതിൻ്റെ അവസാനം എന്താണ്, അതിൻ്റെ കഥാഗതി എങ്ങനെയാണ് എന്നുള്ളത്. അതിനിപ്പോൾ നീ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറയാം. വലിയ വലിയ വാദങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടാവും നിങ്ങൾ, അമിക്കസ് ക്യൂറിയൊക്കെ ഇറക്കിയിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടൊന്നുമേ ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. തെളിവിൻ്റെ കാര്യത്തിലേ ഇപ്പോഴും സ്ട്രോങ് ആയിട്ടുള്ള ആ ഒരു ഇതെല്ലാം ഇന്ദ്രൻ്റെ പക്ഷത്താണെന്നൊക്കെ പറഞ്ഞ് പല്ലവിയെ പേടിപ്പിക്കുകയാണ് ഈ പ്രതാപൻ. 1 മെഡിക്കൽ ബോർഡിൻ്റെ റിപ്പോർട്ട്, 2 ഇന്ദ്രനും ഇവളും അധിക സമയം ഒരുമിച്ചുണ്ടായിരുന്നില്ല എന്നുള്ള വാദം. അതെ, കോടതി തെളിവേ നോക്കത്തുള്ളൂ, അല്ലാതെ വാചക കസർത്തൊന്നും കോടതി നോക്കത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് പ്രതാപൻ ഇങ്ങനെ പേടിപ്പിക്കുക അവരെ. അതെ, വിധി എന്താണെങ്കിലും അത് ഞങ്ങൾ സഹിച്ചോളാം, അപ്പം തനിക്ക് വല്ല കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ അങ്ങനെ പറയാനല്ലേ പറ്റൂ. ഇനിയിപ്പോൾ അതിൻ്റെ മുന്നിൽ നിന്നിട്ട് ഞാനങ്ങ് പറയുക, ഒരിക്കലും നിങ്ങൾക്കൊന്നിക്കാൻ പറ്റില്ല. എടാ, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇനിയും 2 വഞ്ചികളിൽ സഞ്ചരിക്കാം, അതേ നിന്നെ കൊണ്ടൊക്കെ പറ്റുമെന്ന് പറയുമ്പോൾ അത് ഞങ്ങളങ്ങ് സഹിച്ചു. പിന്നെ ഞങ്ങളെക്കുറിച്ച് ഓർത്ത് മാമൻ വെറുതെ ഓർക്കൊന്നും കളയേണ്ട കാര്യമില്ല എന്ന് പറയുമ്പോൾ എൻ്റെ സമ്പാദ്യം മുഴുവനും തട്ടിക്കൊണ്ട് പോയവളാ ഇവൾ ഒരിക്കലും ഗതി പിടിക്കില്ല. നിങ്ങൾക്ക് നശിച്ച് കാണാൻ ഞാൻ ആഗ്രഹിക്കും, നശിച്ച് കാണാനെന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപൻ അവിടെ നിന്ന് പ്രാഗ് വന്നിട്ട്, ഞാൻ ഈ അമ്പലനാടിൽ നിന്ന് പ്രാഗ്, ഇത് ഉറപ്പായിട്ട് നടക്കും, നീ നശിച്ചു പോകത്തേ ഉള്ളടി, നിൻ്റെ കേസ് ജയിക്കത്തില്ലടി എന്ന് പറഞ്ഞ് പ്രാഗി പോവുക. ഞാനിപ്പോൾ ഇവിടെ വന്ന് ഏത്ത വിട്ടതിൻ്റെ ആവശ്യം എന്താണെന്ന് അറിയാവോ? നീ കേസ് ജയിക്കാതിരിക്കാനാണെന്ന് പറയുമ്പോൾ, അയ്യോ എനിക്ക് അറിയില്ലായിരുന്നു, നമുക്ക് നോക്കാമെന്ന് ചെയ്തു, നോക്കാം എന്ന് പ്രതാപൻ. എന്തായാലും അമ്പലമായി പോയില്ലേ, അല്ല ഇതൊരു അമ്പലമല്ലേ എന്നാ, അപ്പോൾ 9 ആക്കണ്ട 50 ആക്കി നിർത്തിയാൽ മതി എന്ന് പറയും. എന്നാൽ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് പ്രതാപൻ അതും പറഞ്ഞിട്ട് അവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് പല്ലവി സേതുവിനോട് ചോദിക്കുക, എന്തെങ്കിലും പ്രശ്നമാവോ സേതു ഏട്ടോ? എന്ത് പ്രശ്നം? കുഴപ്പമൊന്നും ഉണ്ടാവില്ല അല്ലേ സേതു ഏട്ടാ? ഒരു കുഴപ്പമുണ്ടാവില്ല, പല്ലവി ധൈര്യമായിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ആ ഒരു സംഭവം കഴിഞ്ഞ് ഇവരിങ്ങ് പോരുക. പിന്നെ കാണിക്കുന്ന ഇന്ദ്രൻ മൂടി പൊതിച്ച് കിടന്ന് ഉറങ്ങുക. അപ്പോഴേക്കും അമ്മ വന്ന് മോനെ വിളിച്ചേൽപ്പിച്ചു. ഇന്ദ്ര ഏക്കടാ എന്ന് പറഞ്ഞ്, അമ്മേ മനോരോഗം പോയിട്ട് ജലദോഷം പോലും ഇല്ലാത്ത ഞാനാണമ്മേ കോടതിയിൽ നിന്ന് ഒരുങ്ങിയത്, അതുകൊണ്ട് ഡിവോഴ്സ് പെറ്റീഷൻ തള്ളിക്കളയണം പ്ലീസ് ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് കണ്ണടച്ച് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ടാണ് എഴുന്നേറ്റ് വരുന്നത്. എടാ എല്ലാം അറിഞ്ഞിട്ട് നീ ഇങ്ങനെ പറയണോടാ എന്ന് രാജലക്ഷ്മി ചോദിക്കുമ്പോൾ, ഓ നിനക്ക് സ്ഥലകാലബോധമൊന്നും ഇല്ലേടാ എന്നൊക്കെ ചോദിച്ചു കേട്ടോ. നീ ഈ നിമിഷം വരെ ചെറിയൊരു പ്രതീക്ഷയൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു, അതായാലും ഇപ്പോൾ പോയി കിട്ടിയിട്ടുണ്ടെന്ന് അമ്മ മോനോട് പറയുക. കേസ് നീ തോക്കുമെന്നുള്ള കാര്യം 100% ഉറപ്പായെന്ന് പറയുമ്പം എൻ്റെ പൊന്നമ്മ രാവിലെ തന്നെ ഇങ്ങനെ നെഗറ്റീവ് അടിക്കാതെ മിണ്ടാതിരിക്കും. കോടതിയിൽ ഞാനുണ്ടാക്കിയ ഡിഫൻസ്, എൻ്റെ എതിർവാദങ്ങൾ അത് കേട്ടിരുന്നെങ്കിൽ അമ്മ ഇപ്പോൾ ഈ മണ്ടത്തരം പറയാൻ ഇവിടെ വന്ന് നിൽക്കില്ലായിരുന്നു എന്ന് പറഞ്ഞു. നോക്ക്, ഒരു ഭാര്യ എത്ര കാലം ഭർത്താവിനോടൊപ്പം ജീവിച്ചാൽ സഹവാസമായിട്ടത് കണക്കാക്കപ്പെടും. നോക്കാം, പുതിയ പോയിൻ്റല്ലേ ഞാൻ അവിടെ ഉയർത്തിപ്പിടിച്ചത്. അമ്മ എന്താ അത് നോക്കാത്തത്? ആ പോയിന്റിന് ആൻസർ തരാതെ ഈ കേസിന് വിധി പറയാൻ പറ്റുമോ എന്ന് ഇന്ദ്രൻ അമ്മയോട് ചോദിച്ചു. എൻ്റെ പൊന്നമ്മയെ കേസ് പുഷ്പം പോലും ഞാൻ ജയിക്കും. അപ്പോൾ എനിക്ക് കേസിനെ കുറിച്ച് ഓർത്ത് മാത്രമല്ലടാ വിഷമം, അതിന് ശേഷമുള്ള നമ്മുടെ ജീവിതത്തെപ്പറ്റി ആലോചിച്ച് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്നിങ്ങനെ അമ്മ പറയുമ്പം, അതെന്തിനാ അമ്മേ ടെൻഷൻ? എടാ കേസ് എങ്ങാനും തോറ്റാൽ പിന്നെ തല ഉയർത്തിപ്പിടിച്ച് നടക്കാൻ പറ്റുള്ളൂ എനിക്ക്. കേസ് ജയിക്കുമെന്നും മരുമോള് തിരിച്ചു വരുമെന്നും എത്ര പേരോടെ വെല്ലുവിളിച്ച് ഞാൻ പറഞ്ഞിരിക്കുന്നത് നിനക്കറിയാവോ? അവരുടെയൊക്കെ മുഖത്ത് കേസ് തോറ്റ ഞാൻ എങ്ങനെ നോക്കിടാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അമ്മ മോനോട് ഒച്ച വയ്ക്കുമ്പം അമ്മയ്ക്ക് ഒരിക്കലും ആരുടെ മുന്നിലും നാണം കെടേണ്ടതായിട്ട് വരത്തില്ല അമ്മേ. ഞാനല്ലേ പറയുന്നേ, നിയമവിരുദ്ധി ഇല്ലെന്നേ ഉള്ളൂ. കേസും അതിൻ്റെ ഡെവലപ്മെൻറ്റ്സും ഒക്കെ മനസ്സിലാക്കാനുള്ള ആ ഒരു ബുദ്ധി എനിക്കുണ്ടമ്മേ, എനിക്കുണ്ട് ഇന്ദ്രൻ. മോനെ, എൻ്റെ ഒരു വിലയിരുത്തലനുസരിച്ച് കേസ് എനിക്ക് അനുകൂലമാകാനാണ് സാധ്യത എന്നും പറഞ്ഞ് ഇന്ദ്രൻ. ആ സമയം എന്തോ എനിക്ക് വിശ്വാസം വരുന്നില്ല എന്ന് അമ്മ മോനോട് പറഞ്ഞു. എന്താ അമ്മ ഇത്? അപ്പോൾ എന്തെല്ലോ കീറി വന്നല്ലോ. എൻ്റെ പൊന്നമ്മ കീറിയൊന്നും അല്ല, അമ്മിസ്ക്യൂറി. അത് തന്നെ, ആ ജീവി വന്നില്ലായിരുന്നെങ്കിലേ ചെറിയൊരു പ്രതീക്ഷയ്ക്ക് വകയുണ്ടായിരുന്നു. ഇതിപ്പോൾ കേസ് നമ്മൾ
തോക്കാൻ തന്നെയാണ് സാധ്യതയെന്നും പറഞ്ഞ് പല്ലവിയെയും നിനക്ക് നഷ്ടപ്പെടുമെന്നും പറഞ്ഞ് അമ്മ പേടിപ്പിക്കാം. ഞാൻ നാട്ടുകാരുടെ മുന്നിൽ അപമാനിക്കപ്പെടുകയും ചെയ്യുമെന്നും പറഞ്ഞു. അപ്പോൾ എൻ്റെ പൊന്നമ്മേ, പല്ലവി ഇല്ലാത്ത ഒരു ജീവിതം അതെനിക്ക് സങ്കല്പിക്കാൻ കൂടി പറ്റുന്നതല്ല എൻ്റെ അമ്മയെന്നൊക്കെ പറഞ്ഞ് അവളെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടല്ലേ ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നത്, അതുകൊണ്ട് ഇനി അവളെ നഷ്ടപ്പെടാൻ എനിക്ക് വരത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചാടി എഴുന്നേറ്റ് അമ്മയുടെ നേരെ ചെല്ലും. അമ്മ പേടിച്ച് വിറച്ചിങ്ങനെ നിൽക്കുക. എനിക്കതിനുള്ള അർഹതയുണ്ടോ എന്നൊന്നും ഞാനിപ്പോൾ ചിന്തിക്കുന്നില്ല, പക്ഷെ എനിക്ക് പല്ലവിയെ വേണം, ഞാൻ അവളെ അങ്ങ് ആഗ്രഹിച്ചു പോയി അമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയാം. ഞാനൊരു കൊലയാളി അല്ലാത്തത് കൊണ്ട് മാത്രം അവളിപ്പോൾ ആ സേതുമാധവൻ്റെ കൂടെ കഴിയുന്നതും. ഏടാ എന്തോ നാടാ നീ പറയുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട് അമ്മ മോൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ എല്ലാ പ്രതീക്ഷയും പോയി അമ്മേ, കേസ് ജയിക്കും അമ്മേ, ഞാൻ ജയിക്കും ഇന്നത്തെ ദിവസം അതെനിക്ക് തന്നെ ഉള്ളതാണ് അമ്മേ എന്നൊക്കെ പറഞ്ഞ് അമ്മ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞ് മകൻ അമ്മയെ സമാധാനിപ്പിച്ചു. അങ്ങനെ മകൻ വേഗം റെഡിയായി പോകാനായിട്ട് സെറ്റാവുകയാണ്. ഇതിന് ശേഷം പിന്നെ കോടതിയിൽ വന്ന് എല്ലാവരെയൊക്കെയാണ് കാണിക്കുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ജഡ്ജി അങ്ങോട്ടേക്ക് വന്ന് എല്ലാവരും പ്രതീക്ഷകളോട് ഇങ്ങനെ ഇരിക്കും, എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഓർത്ത്. സേതു ഇങ്ങനെ ഭയങ്കര ടെൻഷൻ, പല്ലവിക്ക് അതിനേക്കാളും വലിയ ടെൻഷൻ, ഇന്ദ്രൻ അതിൻ്റെ അപ്പുറത്തെ ടെൻഷൻ. ഇന്ദ്രനാണെങ്കിൽ ഇരുന്ന് ആടിക്കൊണ്ടിരിക്കുക കേട്ടോ, എന്താന്നൊക്കെ ഉള്ളൊരിതിൽ. ഇന്ന സമയത്താണെങ്കിൽ കാട്ടൂരാൻ ഇങ്ങനെ നോക്കിയിരിപ്പുണ്ട്, നമ്മുടെ ഗോപിനാഥൻ വക്കീലുണ്ട്, ഊർമിളയുണ്ട്. എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയുടെ മുൾമുനയിൽ ഇപ്പം റിസൾട്ട് അറിയാമെന്നുള്ളൊരിതിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഇതിൽ ഇങ്ങനെ ഇവരിയ്ക്കുന്നു. ആ മേഡം വന്നതെല്ലാം മറിച്ചും തിരിച്ചൊക്കെ നോക്കി കുറേ നേരം ഇരുന്നു. അതിനുശേഷം പേന അടച്ചു വെച്ചു. അതിനുശേഷം ഒരു നിർണായകമായ കേസായിരുന്നു ഇതെന്ന്, പല്ലവി വേഴ്സസ് ഇന്ദ്രജിത്ത് ഡിവോഴ്സ് കേസ് ആയിരുന്നു ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ ആ മുഖമൊക്കെ ഇട്ട് ഇങ്ങനെ സംസാരിക്കുക. ഇന്ദ്രനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ആ സമയം ഒരു പെൺകുട്ടി എത്ര കാലം വരൻ്റെ വീട്ടിൽ താമസിച്ചാലാണ് ആ വ്യക്തിക്ക് സഹവാസത്തിന് ആനുകൂല്യം കിട്ടുക എന്ന പ്രസക്തമായ ചോദ്യമാണ് പ്രതിഭാഗം ഉയർത്തിയത് എന്നിങ്ങനെ പറയുമ്പോഴും എല്ലാവരും ചെഞ്ചടിപ്പോടെ എങ്ങനെ ഇരിക്കുക, എന്ത് പറയുമെന്നറിയാൻ വേണ്ടിയിട്ടേ. സേതുവിൻ്റെ കയ്യും കാലും കിടന്ന് കിടുകിടാന്നാണ് വിറയ്ക്കുന്നത്. ഗോപിനാഥൻ വക്കീലും ഭയങ്കര ടെൻഷനായിട്ടിരിക്കുക. ആ ഒരു ചോദ്യം കോടതി ഗൗരവത്തോടെയാണ് പരിഗണിച്ചതെന്നും ഒരു വ്യക്തിക്ക് മറ്റൊരാളുമായി ഒത്തുപോകാൻ കഴിയില്ല എന്ന് തിരിച്ചറിയാൻ കാലങ്ങളോളം കൂടെ കഴിയണമെന്ന് നിർബന്ധമുണ്ടോ എന്ന് നമ്മുടെ ജഡ്ജി ചോദിക്കുമ്പോഴേക്കും ഇന്ദ്രൻ ഞെട്ടി. ഈശ്വരായ, എല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ടെൻഷനോടടിച്ച് അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കട്ടെ. കാട്ടൂരൻ അന്തം വിട്ട് നോക്കിയിരിക്കാം. അതോ ഒറ്റ നിമിഷം കൊണ്ട് തന്നെ അങ്ങനെ ഒരു തിരിച്ചറിവിലെത്താൻ ഒരാൾക്ക് കഴിയുമോ? ഇതൊക്കെ മേഡം ചോദിക്കുക. ഇവരെല്ലാവരും ഇങ്ങനെ പ്രതീക്ഷയോടെ ഇരിക്കുക. കോടതി അതിനെപ്പറ്റി വിശദമായി തന്നെ ആലോചിച്ചുവെന്നും മുൻവിധികളുടെയും നിയമപുസ്തകത്തിൻ്റെ വ്യാഖ്യാനങ്ങളുടെ സഹായത്തോടെയും കോടതി അവസാനമായി എത്തിച്ചേർന്ന നിഗമനം ഇതാണെന്ന് പറഞ്ഞപ്പോഴേക്കും ഇരുന്നവരൊക്കെ പകുതി എഴുന്നേറ്റു, എന്താണ് പറയാൻ പോകുന്നതെന്ന് അറിയാനായിട്ട്. എല്ലാവരുടെയും നെഞ്ചിൽ പഞ്ഞി വെച്ചാൽ കത്തുമെന്നുള്ളൊരു അവസ്ഥയിലാണ് ഇരിക്കുന്നത്. നമ്മുടെ കാട്ടൂരാനാണ് ഏറ്റവും കൂടുതൽ ആകാംക്ഷ ഇതിൻ്റെ ഇതറിയാൻ വേണ്ടിയിട്ട്. സഹവാസത്തിൻ്റെ കാലയളവ് തീരുമാനിക്കേണ്ടത് സമയം അളന്നുകൊണ്ടല്ലെന്നും മാനസികാവസ്ഥ പരിഗണിച്ചുകൊണ്ടാണെന്നുള്ള കാര്യങ്ങൾ നമ്മുടെ മേഡം പറയുമ്പോൾ അതെന്താ അങ്ങനെ എന്നും പറഞ്ഞുകൊണ്ട് കാട്ടൂരാനിരിക്കും കേട്ടോ. കാട്ടൂരാൻ്റെ കൈയൊക്കെ അറിയാതെ ഇങ്ങനെ പൊങ്ങിയൊക്കെ പോവുകയാണ്. ഭയങ്കരമായിട്ട് ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ടേ ഒരാൾ തനിക്ക് ചേരുന്ന കൂട്ടേ അല്ല എന്ന് മറ്റൊരാൾക്ക് മനസ്സിലാകാനേ വർഷങ്ങളായി കൂടെ ജീവിക്കേണ്ട ആവശ്യമില്ല എന്ന് ഈ കോടതി വിധിക്കുകയാണെന്ന കാര്യം പറഞ്ഞു. ഒരു നിമിഷത്തെ തോന്നൽ അതൊരു സാധുവാണ് എന്നൊക്കെ മേഡം ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇന്ദ്രന് മനസ്സിലായി കയ്യിൽ നിന്ന് പോയെന്നും. കാരണം ഓരോ മനുഷ്യനും അവൻ്റെ തോന്നലുകളുടെ സമാഹാരമാണല്ലോ. ആയതിനാൽ ഈ കേസിൽ പല്ലവിയോടൊപ്പം നിൽക്കാനാണ് കോടതിക്ക് ആഗ്രഹം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദ്രനോടൊക്കെ ഇങ്ങനെ കേൾപ്പിക്കുക. അപ്പോഴാണ് പല്ലവിയുടെ ശ്വാസം നേരെ വീണത്. സേതുവിൻ്റെ, ഊർമിളയുടെ, ഗോപിനാഥൻ വക്കീലിൻ്റെ എല്ലാവരുടെയും ശ്വാസം നേരെ വീണത്. എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കാട്ടൂരാൻ തലയും പൊത്തിപ്പിടിച്ച് അവിടെ എങ്ങനെ ഇരിക്കുക. അങ്ങനെ ഒരു നിർണായകമായ വിധി അവിടെ കഴിഞ്ഞു. സോ പെറ്റീഷൻ ഈസ് അലൗഡ് എന്ന് പറഞ്ഞുകൊണ്ട് മേഡം അതെല്ലാം സെറ്റാക്കി നമ്മുടെ പല്ലവി ജയിച്ചു. ഈ സമയത്ത് സേതുവിനൊന്നും മനസ്സിലായില്ല. സേതു ഓടിച്ചെന്ന് നമ്മുടെ ഊർമിളയോട് ചോദിച്ചു, വക്കീലെ എന്താ പറഞ്ഞത്, അകത്തോ പുറത്തോ? അപ്പോൾ പുറത്ത്, അതെ അലൗഡ്, ഡിവോഴ്സ് അനുവദിച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ സേതു ഓടിച്ചെന്നിങ്ങനെ നിൽക്കുക. എന്നിട്ട് പല്ലവി അവിടെ എടുത്തിട്ട് കറക്കും കേട്ടോ, അതായത് ജഡ്ജി വരെ ഇരിക്കുമ്പോൾ. അപ്പോഴേക്കും ഇന്ദ്രൻ ഇതൊക്കെ കണ്ട് താങ്ങാൻ മേലാതെ ഇറങ്ങിപ്പോയി. ഇതിനെ താഴെ നിർത്തുന്നു പറഞ്ഞു പല്ലവി. സേതു അന്നേരത്തേക്കും പല്ലവിയെ എടുത്തുകൊണ്ട് പുറത്തേക്ക് പോയി. നമ്മുടെ ജഡ്ജിയൊക്കെ കണ്ണു മിഴിച്ചിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലോ. അങ്ങനെ ആ ഒരു സംഭവവും കാര്യങ്ങളെല്ലാം അവിടെ കഴിഞ്ഞു. ഇത് കഴിഞ്ഞ് എല്ലാവരും അന്തം വിട്ട് കുന്തം വിഴുങ്ങി ഇങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് കഥ അവസാനിച്ചു. എല്ലാവരും കാത്തിരുന്ന് കാണണേ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കട്ടെ. നന്ദി.